അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അതുല്യ പ്രതിഭയാണ് കലാഭൻ മണി. സോഷ്യൽ മീഡിയയിൽ ഇന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം പ്രേക്ഷകരിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം എത്രത്തോളം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു. താരത്തിൻ്റെ മരണത്തിന് തൊട്ടുപിന്നാലെ ഒട്ടനവധി അഭ്യൂഹങ്ങളും ഉയർന്നു വന്നു. പല നടന്മാർക്കെതിരെയും അടക്കം ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ അന്വേഷണം CBI ഏറ്റെടുത്തു. ഒടുവിൽ കരൾ സംബന്ധമായ അസുഖമാണ് കലാഭൻ മണിയുടെ മരണകാരണമെന്ന നിഗമനത്തിൽ CBI കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും മരണം മണിയെ തട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഏറ്റവുമധികം ആഘോഷിക്കുന്ന താരങ്ങളിൽ ഒരാളായിരിക്കും അദ്ദേഹമെന്നും വലിയൊരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇപ്പോഴിതാ കലാഭൻ മണിയുടെ പഴയൊരു അഭിമുഖത്തിൻ്റെ ഭാഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. താൻ അഭിനയിച്ച ഏതാനും ചില കഥാപാത്രങ്ങളെക്കുറിച്ചാണ് കൈരളി TVക്ക് മുൻപ് എങ്ങോ നൽകിയ അഭിമുഖത്തിൽ കലാഭൻ മണി സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്: ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള ഏതാനും കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മീനത്തിൽ താലികെട്ട്, അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വേഷങ്ങൾ ഉദാഹരണങ്ങളാണ്. കരുമാടിക്കുട്ടൻ തീർത്തും അങ്ങനെയൊന്നും പറയാനാകില്ല. അത് നല്ല ആരോഗ്യമുള്ള കഥാപാത്രമായിരുന്നു എന്നും കലാഭൻ മണി പറയുന്നു. മീനത്തിൽ താലികെട്ടിലെ കഥാപാത്രം ഭയങ്കര രസമാണ്. അച്ഛനായ ജനാർദ്ദൻ ചേട്ടനോട് പറയുന്ന ഡയലോഗൊക്കെ ഹിറ്റാണ്. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായാലും അതുപോലെ തന്നെ. പപ്പുവേട്ടന് ഞാനൊരു സിഗരറ്റിൽ പടക്കം വെച്ച് കൊടുക്കുന്നു. അത് വലിച്ചിട്ട് പപ്പുവേട്ടൻ വരുന്ന ഒരു വരവുണ്ട്. അത് ഏറെ രസകരമായ ഒരു സീനായിരുന്നു. അതേ ചിത്രത്തിൽ തന്നെ മറ്റൊരു സീനുണ്ട്. മോർച്ചറിയിൽ നിന്നും ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. മോർച്ചറിയിൽ നിന്നും ആള് മാറി മൃതദേഹത്തിന് പകരം ഞാൻ കയറി കിടക്കും. അടിയിൽ തീയിടുന്നത് കൊണ്ട് നീ കിടക്കേണ്ട എന്ന് രാജൻ പി ദേവിച്ചേട്ടൻ പറയുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, തീയിട്ടോ എന്ന് ഞാൻ പറഞ്ഞു കിടന്നു. തീ വയ്ക്കുമ്പോൾ എഴുന്നേറ്റോടുന്ന ഒരു സീനുമുണ്ട്. മീനത്തിൽ താലികെട്ടിലെ ആദ്യ സീൻ തന്നെ നന്നായി ആസ്വദിച്ചാണ് ചെയ്തത്. ഭക്ഷണം കഴിക്കാനായി വീട് മൊത്തം തപ്പുകയാണ്. അവസാനം തലയുടെ മുകളിലൂടെ അരിപ്പൊടിയും പാട്ടയും തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൂടി വീണിട്ട് ഒരു പ്രത്യേക തരത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് അതെന്നും കലാഭൻ മണി പറയുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു കൈ തളർന്നതാണ്. ഒരു പാട്ടുരംഗത്തിൽ മണിയമ്പിള്ള ചേട്ടനൊക്കെ വന്ന് എന്നെ അടിക്കുന്ന സീനാണ്. ശരിക്കും ചങ്കുപൊട്ടി അഭിനയിച്ച രംഗമായിരുന്നു അത്. ആ സീൻ കണ്ടപ്പോൾ മണിച്ചേട്ട ഭയങ്കര വിഷമം തോന്നി. മണിച്ചേട്ടൻ്റെ അഭിനയം കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ശരിക്കും അന്നു മുതലൊക്കെയാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ എന്നെ തേടിയെത്താൻ തുടങ്ങിയത്. ആ കഥാപാത്രമൊക്കെ ശരിക്കും മനസ്സിൽ തട്ടിയാണ് അഭിനയിച്ചതെന്നും ആരാധകരുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ കൂട്ടിച്ചു. കലാഭൻ മണി തങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നത് യൂട്യൂബിലെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആരാധകർ വ്യക്തമാക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും.